ഭയങ്കര സന്തോഷം. നമ്മളെ സൂക്കി എവിടെ? എന്തെന്റെ കുഞ്ഞിനെ കാണിച്ചു വെച്ചേക്കുന്ന? സോ ഗായ്സ്, ഞങ്ങളിങ്ങനെ ദുബായിൽ പോവുകയാണേ. യെസ്, അപ്പൊ ഞങ്ങൾ ദുബായി പോവാണ് ഞങ്ങളുടെ ഫാമിലി ഒക്കെ ആയിട്ട്. സോ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് വേറെ ബസി പീപ്പിൾസ്. സോ ഞങ്ങളിതാ ഭാരതി എക്സൈറ്റഡ് ആണോ? ഓക്കെ. സോ നമുക്കിനി ദുബായ് വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഫൈനലി എന്റെ ബക്കറ്റ് ലിസ്റ്റിലെ അടുത്ത കാര്യവും നടക്കാൻ പോകുന്നു. എന്റെ ഫാമിലിയെ ഞാൻ ദുബായിൽ കൊണ്ടുപോവാണ്. വീട് വിട്ടാൽ അമ്പലവും ആശുപത്രിയും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന എന്റെ വീട്ടുകാർ ദേ ഈ കൊച്ചി എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി നേരെ ദുബായിലോട്ട്. എയർപോർട്ടും കൈക്കലാക്കി ഇവൻ. അതങ്ങ് കയറ്റി വിട്ടാ മതി. അങ്ങനെ അങ്ങ് പോട്ടെ. ടിക്കറ്റ് റിട്ടേണും വേണമെന്ന്. അപ്പൊ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, എടുക്കും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളെ തിരിച്ചു പോകണം. നമുക്ക് നാളെ പോകേണ്ടി വരും. കുഴപ്പമില്ല, നാളെ പോവാലോ. ഇന്ന് തന്നെ പോകുന്നുണ്ടോ? അല്ല, നമുക്ക് ഒരുമിച്ച് നാളെ പോവാം. അത് തിരിച്ചപ്പുറത്ത് വരും, പുറത്ത്. നാളെ ഈവനിങ് ആവും. ഈ നേരത്ത് പറ്റിച്ചേ ടിക്കറ്റ് ഇപ്പൊ കിട്ടും. സോ ഗായ്സ്, ഞങ്ങൾ ഇപ്പോഴും കൊച്ചി എയർപോർട്ടിലെത്തി ഇങ്ങനെ നിൽക്കുവാണ്. ആക്ച്വലി ഇവരുടെ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് നോക്കാലോ എന്ന് വിചാരിച്ചിരുന്നു. നോക്കുമ്പോഴാണ് മനസ്സിലായത് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല. സോ റിട്ടേൺ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചെക്ക് ഇൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസും കൂടി കിട്ടണം. സോ എന്താണ് അമ്മ തോന്നുന്നത് ദുബായിൽ പോകുമ്പോ? നമുക്ക് ഭയങ്കര സന്തോഷം. ആണോ? അനക്കെന്താ തോന്നണേ? എനിക്ക് സന്തോഷം. ദുബായി പോയിട്ട് ആദ്യം എന്താ ചെയ്യണം എന്നാ തോന്നണേ? കുറച്ച് എല്ലാരും കൂടെ കാണണം. ആരെ കാണണം? എല്ലാരും അഞ്ചേട്ടനെ. എന്നാ പിന്നെ അത് പറയണ്ട, അനീഷേട്ടനെ കാണണമെന്ന്. അമ്മയ്ക്ക് നമ്മുടെ മോനെ കാണാൻ പോണ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? നമ്മുടെ മോന് കാണാനുണ്ട്. പിന്നെ നമ്മുടെ മോള് അടുത്ത് തന്നെ ഇല്ല. നമ്മുടെ മോളല്ലേ കൊണ്ടുപോകുന്നുണ്ട്. മോളല്ല, മോന് കാണാനുണ്ട്. മോന് പിന്നെ ഒരു വർഷമായില്ലേ മോന് പോയിട്ട്. അപ്പൊ കാണാനുണ്ട്. സോ നമുക്ക് എന്തായാലും അപ്പൊ ദുബായ് അടിച്ചു വിളിക്കാം അല്ലേ? റെഡി അല്ലേ? ബൈ. ദുബായിലെത്തി. സത്യം പറഞ്ഞ ഫെഡപ്പായി. പെട്ടിക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങളായിരുന്നു ഫസ്റ്റ്. ഞങ്ങളുടെ സുന്ദരം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ ഉറങ്ങിയോ? ബേബി ഉള്ളതുകൊണ്ട് എല്ലായിടത്തും പ്രയോറിറ്റി ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടി കിട്ടാൻ മാത്രം മണിക്കൂർ. സോ ഇപ്പോൾ 3 മണി കഴിഞ്ഞു. ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അനീഷിന് ഞങ്ങൾ ഇത് വരുന്നത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിട്ട് അനീഷ് വരുമ്പോഴേക്കും സർപ്രൈസ് കൊടുക്കുക, അതായിരുന്നു പ്ലാൻ. നോക്കുമ്പോൾ അനീഷ ഓൾറെഡി എത്തി. അപ്പോൾ ഗൗരി ഉണ്ട് ഓൾറെഡി ഫ്ലാറ്റിൽ. അപ്പോൾ ഗൗരിനോട് താഴേക്ക് വരാൻ പറഞ്ഞു. അനീഷിനെ മേലെ നിർത്തിയിട്ട് ലെറ്റ്സ് സീ എന്താവും എന്നുള്ളത്. അങ്ങനെ ഫൈനലി ബാക്ക് ടു ഹോം. അതായത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. നീണ്ട 1 മാസത്തെ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയേക്കുവാണ്. അതും ഒരുപാട് കാലം നമ്മൾ കാത്തിരുന്നൊരു ഇതായിരുന്നു, മീൻസ് വീട്ടുകാരെ കൊണ്ട് വരിക എന്ന് പറയുന്നത്. സോ ഞാനൊരു പ്രൗഡ് ഡോട്ടറായി മാറിയിരിക്കണം. സോ നമുക്ക് നോക്കാം. എല്ലോ ചെരുപ്പുള്ളിലേക്ക് ഇട്ടു. ആരെ ചെരുപ്പ് പുറത്തൊക്കെ ഊരിട്ട്? ഞാനിപ്പോ നീ ഇത്ര നന്നായി. വിളിക്ക് ബേബി, വിളിക്ക്. നമ്മുടെ ലവ് എവിടെ?
ഇത് മൊത്തം കളഞ്ഞു. നമ്മുടെ പൊന്നല്ലേ. ശരിക്കും നോക്കടാ. ആരത് സത്യം ഒന്നും കൊണ്ടാൻ പറ്റില്ല. എന്നോട് എന്താ പറഞ്ഞതല്ലോ, നീ എവിടെ എത്തി ചോദിച്ചു. ഞാൻ പമ്പിലാണ്, പെട്രോളിങ്ങിന്റെ വണ്ടി കയറ്റി. പിന്നെ എന്നോട് പറഞ്ഞു എടാ പിന്നെ വിളിച്ചു ഫുഡ് കൊണ്ടാണ്. അപ്പൊ ഞാൻ പിന്നെ എവിടെ കൊണ്ടാണ്, എനിക്ക് ആളെ ഷോപ്പായിട്ട് ഫുഡ് എങ്ങനെ കൊണ്ടുവരുന്നത്. ഇവിടെ ആലോചിച്ചത് ലിഫ്റ്റ് വരികയായിരുന്നു. അപ്പൊ വന്നപ്പോ ലിഫ്റ്റ് വന്നപ്പോൾ പെട്രോൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വയ്യാത്തല്ലോ. ഞാൻ പിന്നെ എന്താണ് ഇപ്പോ ഫോണില്ലട്ടോ. ഇതൊപ്പല്ല അവിടെ താഴ്ത്താർക്ക് നിർത്തടത് പേടി ഇവനെ എനിക്ക്, അല്ലാതെ എന്റെ കൊച്ചിനല്ല. എന്റെ കൊച്ചു ആരും വന്നില്ല. ഷീസ് എ ഗുഡ് ഗോൾ, ഷീസ് എ ഗുഡ് ഗോൾ. സോ ഞങ്ങളിപ്പോ അനീഷ് എന്താ തോന്നുന്നത്, ഇവരെ കണ്ടപ്പോ ഒരു തുള്ളിയെങ്കിലും വിചാരിച്ചിരുന്നോ? ഒരു ശതമാനം പോലും വിചാരിച്ചിരുന്നോ? നീ പമ്പെന്ന് പറഞ്ഞില്ല, ഭക്ഷണം പഠിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞതിന് എനിക്ക് ആകെ ഷോക്കായി പോയി. ആ പമ്പെന്ന് പറഞ്ഞാൽ പമ്പെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നീ പറയുന്നത് ഭക്ഷണം പഠിക്കുന്നത്. എന്നിട്ട് ഞാൻ എവിടെയും ഹോട്ടലുണ്ടോ ചായകൾക്ക് ഹോട്ടലോട് അറിയില്ല. അത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരികയായിരുന്നു ഞാൻ. ശരിക്കും അത് ഞാൻ ലാഗാക്കിപ്പിക്കാണ്. പക്ഷെ കൊച്ചിനെ കാണണടാ. ഞങ്ങള് പിന്നെന്താണ് 5 മിനിറ്റ് 5 മണിക്കൂർ ലേറ്റ് ആക്കി. സോ സത്യം പറഞ്ഞാൽ വലിയ വ്ളോഗായിട്ട് എടുക്കാന്ന് വെച്ചാൽ, പക്ഷെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് ഭയങ്കര ഡെഡാണ്. ഷോ ഇതാണ് ഇവരുടെ 3ാമത്തെ സർപ്രൈസ്. ഓൾറെഡി കുറെ സർപ്രൈസ് കൊടുത്തു. അല്ല അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ?
ഹാപ്പി അല്ലേ? ആണോ? ഉത്സാഹമില്ലല്ലോ കെട്ടിയോട്. ഇത് നാളൊക്കെ നീ ഹാപ്പി ആണോടാ കള്ള? അവിടെ ഇപ്പൊ പോയി കുളിക്കാൻ നിക്കാൻ സറാവിലായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ.